നാലാം ടി-20യിൽ 48 റൺസിന്റെ തകർപ്പൻ ജയവുമായി ഇന്ത്യ ഓസീസിനെതിരെയുള്ള പരമ്പരയിൽ മുന്നിലെത്തിയിരിക്കുകയാണ്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഉയർത്തിയ 168 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റേന്തിയ ഓസ്ട്രേലിയ 18.2 ഓവറിൽ 119 പുറത്താകുകയായിരുന്നു. ഗ്രൗണ്ട് എറിഞ്ഞ് കളിച്ചതിന്റെ ഫലം കൂടിയായിരുന്നു കഴിഞ്ഞ മത്സരങ്ങളിൽ ഒന്നുമില്ലാത്ത ഇന്നലത്തെ ഈ ആധികാരിക ജയം. മത്സരം നടന്ന കരാര സ്റ്റേഡിയത്തിൽ ഇതിനു മുൻപ് 2 ടി-20കൾ മാത്രമാണ് നടന്നിരുന്നത്. അങ്ങനെ ഒരു ഗ്രൗണ്ടിൽ വമ്പൻ അടികൾക്ക് മുതിരാതെ സ്കോർ ചലിപ്പിച്ച് 167 റൺസ് സ്കോർ ചെയ്യാനായതും 48 റൺസ് അകലത്തിൽ പ്രതിരോധിക്കാനായതും മികച്ച നേട്ടമാണ്. ഓസീസ് ബാറ്റിംഗിന്റെ ഒരു 15-16 ഓവർ ആയപ്പോഴേക്കും ജയം ഏതാണ്ട് ഇന്ത്യ ഉറപ്പിച്ചിരുന്നു. അവസാന 28 റൺസിനിടയിൽ 7 വിക്കറ്റുകളാണ് വീണത്. ഇന്ത്യൻ ബാറ്റിംഗിൽ അഭിഷേക് ശർമ്മ എന്നത്തെയും പോലെ മികച്ച തുടക്കമിട്ടു. പവർ പ്ലേയിൽ അഭിഷേകും ഗില്ലും ചേർന്ന് വിക്കറ്റ് നഷ്ടമില്ലാതെ 49 റൺസ് എടുത്തു. 18 പന്തിൽ 28 റൺസാണ് അഭിഷേക് നേടിയത്. ഗിൽ 39 പന്തിൽ 46 റൺസ് നേടി. ഡ്യൂബയും സൂര്യകുമാർ യാദവും 20+ സ്കോറുമായി മികച്ച പ്രകടനം നടത്തി. സുന്ദറും അക്ഷറും നന്നായി ഫിനിഷ് ചെയ്തു. ജിതേഷ് വർമ്മയും തിലക് വർമ്മയും നിരാശപ്പെടുത്തി. മറുപടി ബാറ്റിംഗിൽ ഭേദപ്പെട്ട തുടക്കമായിരുന്നു ഓസീസിന്. എന്നാൽ പിന്നീട് ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീഴുകയായിരുന്നു. ഇന്ത്യൻ നിരയിൽ പന്തെടുത്തവരെല്ലാം മികവ് കാണിച്ചു. വാഷിംഗ്ടൺ സുന്ദർ 3 വിക്കറ്റും ശിവം ദുബെയും അക്ഷർ പട്ടേലും 2 വിക്കറ്റും നേടി. ഇതിൽ സുന്ദറിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. മത്സരത്തിന്റെ 17-ാം ഓവറിൽ ആദ്യ ഓവർ എറിയാനെത്തിയ താരം 8 ബോളാണ് ആകെ എറിഞ്ഞത്. 3 വിക്കറ്റുകൾ നേടിയപ്പോൾ 3 റൺസ് മാത്രമാണ് വഴങ്ങിയത്. കഴിഞ്ഞ മത്സരത്തിലും വാശിയുടെ മികവിലാണ് ഇന്ത്യ ജയിച്ചത്. 23 പന്തിൽ 4 സിക്സറും 3 ഫോറും അടക്കം താരം 49 റൺസാണ് നേടിയത്. എന്നാൽ ബൗളിംഗിൽ ഒരു ഓവർ അവസരം പോലും ലഭിച്ചില്ല. തുടർച്ചയായ 2ാം മത്സരത്തിലും സഞ്ജു സാംസണെ പുറത്തിരുത്തിയതാണ് മറ്റൊരു പ്രധാന കാര്യം. എന്നാൽ ഏറെക്കുറെ അത് പ്രഡിക്റ്റബിളുമായിരുന്നു. 3ാം ടി-20 ജയിച്ച ശേഷം ക്യാപ്റ്റൻ സൂര്യകുമാറിന്റെ വാക്കുകളും ഇതുതന്നെയാണ് സൂചിപ്പിച്ചിരുന്നത്. 3ാം മത്സരത്തിൽ ശരിയായ കോമ്പിനേഷനുമായാണ് ഇറങ്ങിയതെന്ന് കളി ജയിച്ച ശേഷം സൂര്യകുമാർ യാദവ് പറഞ്ഞിരുന്നു. ഏതായാലും സഞ്ജുവിന് പകരം 3ാം ടി-20യിലെത്തി ഭേദപ്പെട്ട പ്രകടനം നടത്തിയ ജിതേഷ് ഇന്നത്തെ മത്സരത്തിൽ തിളങ്ങിയില്ലെങ്കിൽ കൂടി വിന്നിംഗ് ടീമിനെ പൊളിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് 5ാം ടി-20യിൽ അവസരം ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെയെങ്കിൽ 2ാം ടി-20 മത്സരത്തിലെ ഒറ്റ ഫോം ഔട്ട് ഒരു പരമ്പര തന്നെ സഞ്ജുവിന് നഷ്ടമാക്കിയെന്ന് പറയേണ്ടി വരും. സഞ്ജു തിളങ്ങാത്ത മത്സരത്തിൽ തിലകും സൂര്യകുമാർ യാദവും ഗില്ലും പരാജയമായിരുന്നുവെങ്കിൽ കൂടി അവർക്ക് ഇങ്ങനെ ഒരു വലിയ വില നൽകേണ്ടി വരാറില്ലല്ലോ.